ഫിസിക്സ് ബോസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് +2 ഫിസിക്സിലെ ചാപ്റ്റർ 5 ആയിട്ടുള്ള ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 1 വീഡിയോ ആണ്. അപ്പം ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും മൂവിംഗ് ചാർജസിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പഠിക്കുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു മാഗ്നറ്റിന് ഉണ്ടാവുന്നത്, മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടീസ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്ക് വേഗം തന്നെ ഇതിന്റെ കണ്ടന്റിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോണ പ്രധാനമായിട്ടുള്ള കണ്ടന്റുകൾ ഇവയൊക്കെയാണ്. നമുക്ക് ഏതൊക്കെ ഒന്നും പരിശോധിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോണ കണ്ടന്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് എടുക്കും. അതിനുശേഷം പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. പിന്നെ ഗാസസ് തിയറം ഇൻ മാഗ്നറ്റിസം ഡിസ്കസ് ചെയ്യും. കമ്പാരിസൺ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിസം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക പാർട്ട് 1 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം ചാപ്റ്ററിന്റെ പേര് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നാണ് അല്ലെ. അപ്പൊ എന്താണ് മൂവിംഗ് ചാർജസ്, അതുപോലെ തന്നെ മാഗ്നറ്റിസം എന്താണ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. മൂവിംഗ് ചാർജസ് എന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റിൽ നിൽക്കുന്ന ചാർജ് ആണ്. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ചാർജ് മൂവ് ചെയ്യാണ്. അപ്പൊ മൂവിംഗ് ചാർജസ്, അപ്പൊ മൂവിംഗ് ചാർജസിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ മാഗ്നറ്റിസം, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ എന്താണെന്ന് ആദ്യം നോക്കാം. ഓക്കെ, അപ്പം മാഗ്നറ്റ്, ഈ മാഗ്നറ്റ് എന്നുള്ള പേര് ഡിറൈവ് ചെയ്ത് ഡിറൈവ് ചെയ്യുന്നത് മാഗ്നറ്റ് എന്നുള്ള പേര് ഡിറൈവ് ചെയ്തത് ഗ്രീസ് ഐലൻഡ് ആയിട്ടുള്ള അതായത് ഗ്രീസിലെ ഒരു ഐലൻഡിന്റെ പേര് നിന്നിട്ടാണ് എന്ത് ചെയ്യുക ഇത് ഡിറൈവ് ചെയ്ത് വരുന്നത്. ഗ്രീസിന്റെ ഐലൻഡ് ആയിട്ടുള്ള മഗ്നീഷ്യ എന്ന ഒരു ഐലൻഡ് ഉണ്ട് ഗ്രീസിൽ. അപ്പൊ ആ ഒരു ലെറ്ററിന് അതായത് ആ ഒരു പേരിൽ നിന്നിട്ടാണ് എന്ത് ചെയ്യുക മാഗ്നറ്റ് എന്നുള്ള പേര് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ. അപ്പം എങ്ങനെയാണ് മാഗ്നറ്റ് എന്ന പേര് ഡിറൈവ് ചെയ്തത്, ഗ്രീസിലുള്ള ഒരു ഐലൻഡ് ആണ്, അതാണ് മഗ്നീഷ്യ. അപ്പൊ അവിടെ നിന്നാണ് എന്താ മാഗ്നറ്റ് എന്നുള്ള പേര് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇതിന് ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം. ഓക്കെ, അപ്പം ബാർ മാഗ്നറ്റ് എന്താണ് അല്ലെ. ഇപ്പൊ നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്ന ഒരു കാര്യമാണ് ബാർ മാഗ്നറ്റ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ കളിപ്പാട്ടത്തിന് കൂടെ ഒക്കെ എന്ത് ചെയ്യുക ബാർ മാഗ്നറ്റ് അങ്ങനത്തൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പൊ ഈ ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 2 പോൾസ് ഉണ്ടാവും മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു നോർത്ത് പോളും ഉണ്ടാവും, ഒരു സൗത്ത് പോളും ഉണ്ടാവും. ഏതൊരു മാഗ്നറ്റ് എടുത്താണെങ്കിലും അതിന് എന്ത് ചെയ്യുക, 2 പോൾസ് ഉണ്ടാവും മനസ്സിലാക്കുക. ഒരു പോളല്ല 2 പോൾസ് ഉണ്ടാകും. ക്ലിയർ ആണല്ലോ. ഇപ്പൊ ഒരു നോർത്ത് പോൾ ആണുള്ളതെങ്കിൽ മറ്റു വശം എന്തായിരിക്കും, സൗത്ത് ആയിരിക്കും. അല്ലെങ്കിൽ സൗത്ത് പോൾ ആണെങ്കിൽ മറ്റു വശം എന്തായിരിക്കും, നോർത്ത് പോൾ ആയിരിക്കും. അപ്പൊ ഏതൊരു മാഗ്നറ്റ് എടുക്കുകയാണെങ്കിലും അതിന് 2 പോൾസ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കാം. അല്ലാതെ നോർത്ത് പോളോ അല്ലെങ്കിൽ സൗത്ത് പോളോ മാത്രമായിട്ട് ഉണ്ടാവില്ല. അങ്ങനെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഒരു ബാർ മാഗ്നറ്റ് ആണ്. നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്, കണ്ടല്ലോ. ഓക്കെ, അപ്പൊ എന്താണ് ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് പോൾസ് എന്താണ്, ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ബാർ മാഗ്നറ്റ്, ഈ ബാർ മാഗ്നറ്റിന് 2 പോൾസ് ഉണ്ടല്ലോ, അതാണ് മാഗ്നറ്റിക് പോൾസ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പൊ മാഗ്നറ്റിക് പോൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2 ends ഓഫ് എ മാഗ്നറ്റ്. അപ്പം മാഗ്നറ്റ് 2 എൻഡിൽ ഉണ്ടാവുന്ന അതിനാണ് എന്ത് ചെയ്യുക മാഗ്നറ്റിക് പോൾസ് എന്ന് പറയാം. വേർ ദ പവർ ഓഫ് അട്രാക്ഷൻ ഓഫ് ദി മാഗ്നറ്റ് ഈസ് മോസ്റ്റ്ലി കോൺസെൻട്രേറ്റഡ്. അപ്പം ഇവിടെയാണ് എന്ത് ചെയ്യുക മോസ്റ്റ്ലി ഓഫ് ദ മാഗ്നറ്റിന്റെ പവർ ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യുക മോസ്റ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ 2 പോയിന്റ്സ് ആണ്, അല്ലെങ്കിൽ എൻ പോയിന്റ്സിനാണ് എന്ത് ചെയ്യുക നോർത്ത് ആൻഡ് സൗത്ത് പോൾ എന്ന് പറയാം. അപ്പൊ ഒരു ബാർ മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. അതിന് 2 എൻഡിലായിരിക്കും എന്ത് ചെയ്യുക മാക്സിമം നമ്പർ ഓഫ് ഫീൽഡ് ഉണ്ടാവുക, അല്ലെങ്കിൽ അട്രാക്ഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ സ്ട്രെങ്ത് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ കാര്യങ്ങളാണ് ബാർ മാഗ്നറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം. ഓക്കെ, ഇനി നമ്മൾ എടുക്കാൻ പോണത് എന്തൊക്കെയാണ് മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടീസ് ആണെന്ന് പറയാൻ പോണത്. അപ്പൊ നമ്മൾ ബാർ മാഗ്നറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ മാഗ്നറ്റിന്റെ കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഫസ്റ്റ് പ്രോപ്പർട്ടി ഡയറക്റ്റീവ് പ്രോപ്പർട്ടി. അപ്പം പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി ഡയറക്റ്റീവ് പ്രോപ്പർട്ടി. അപ്പം ഈ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി, ഓക്കെ, അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഒരു സ്റ്റാൻഡ് ശ്രദ്ധിക്കുക, ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അപ്പൊ സ്റ്റാൻഡിൽ എന്ത് ചെയ്യുക, ഒരു മാഗ്നറ്റ് നോർത്ത് ആൻഡ് സൗത്ത് ഇങ്ങനെ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. ക്ലിയർ. അപ്പൊ നോർത്ത് ആൻഡ് സൗത്തിന്റെ മാഗ്നറ്റിന്റെ ഒരു മാഗ്നറ്റ് എന്ത് ചെയ്യുക, ഒരു ബാർ എടുക്കുക. അപ്പം ഈ മാഗ്നറ്റ് എന്ത് ചെയ്യുക, ഇത് ഫ്രീ ആയിട്ട് ഒരു കയറിൽ കെട്ടിയിട്ട് എന്ത് ചെയ്യുക തൂക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വയറിൽ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഇത് ഫ്രീ ആയിട്ട് ഓസിലേറ്റ് ചെയ്ത് ഇരിക്കാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ മാഗ്നറ്റിന് നോർത്ത് ആൻഡ് സൗത്ത് എപ്പോഴും അലൈൻ ചെയ്തിരിക്കുക. ഈ നോർത്ത് പോൾ എപ്പോഴും എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന് സൗത്ത് പോളിനെ എന്ത് ചെയ്യുക അട്രാക്ട് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ഈ ബാർ മാഗ്നറ്റിന്റെ സൗത്ത് പോൾ എപ്പോഴും ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ നോർത്തിന്റെ സെയിം ഡയറക്ഷനിലേക്കാണ് അലൈൻ ചെയ്തിരിക്കുക. ഓക്കെ, അപ്പം അവർ നോർത്ത് ആൻഡ് സൗത്ത് ഡയറക്ഷനിലാണ് അലൈൻ ചെയ്തിരിക്കുക എന്ന് മനസ്സിലാക്കാം. ഇതാണ് ഡയറക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. എന്താണല്ലോ, അപ്പൊ ഒരു ബാർ മാഗ്നറ്റ് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക ഒരു സസ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അവ എന്ത് ചെയ്യുക എപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴും ലൈക്ക് പോൾസ് അട്രാക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ആണെങ്കിൽ അതിനെ സൗത്ത് പോളിന് മാഗ്നറ്റിനെ സൗത്ത് ആയിട്ട് എന്ത് ചെയ്യുക അട്രാക്റ്റഡ് ആവും. ഭൂമിയുടെ സൗത്ത് പോൾ അതുപോലെ തന്നെ മാഗ്നറ്റിനെ നോർത്ത് പോൾ എന്ത് ചെയ്യുക എപ്പോഴും അട്രാക്റ്റഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് ഒരു
നേരെ നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഡയറക്ഷൻ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കോമ്പസ് വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പൊ നോർത്ത് ആൻഡ് സൗത്ത് ഡയറക്ഷനിലാണ് ഇത് അലൈൻ ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് വെസ്റ്റ് ആൻഡ് സൗത്ത്. ഓക്കെ. അപ്പൊ നോർത്ത് ആൻഡ് സൗത്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വെസ്റ്റും ഈസ്റ്റ് ഒക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ് ഡയറക്റ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. ഓക്കെ. ഇനി അടുത്തിലേക്ക് പോകാം. ഓക്കെ. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞിട്ട് ലൈക്ക് പോൾസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട്. അപ്പൊ അതെന്താ നമുക്കൊന്ന് പറയാം. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലേ. ഇപ്പൊ ലൈക്ക് പോൾസ് എന്ന് പറയുന്നത് അപ്പം നോർത്ത് ആൻഡ് നോർത്ത് പോൾ അല്ലെങ്കിൽ സൗത്ത് ആൻഡ് സൗത്ത് പോൾ, അപ്പൊ ഒരേ ധ്രുവങ്ങളുള്ള പോളുകൾ, അതാണ് നോർത്ത് പോൾ എന്ന് പറയുക. അപ്പൊ എന്ത് ചെയ്യുക, പരസ്പരം റിപ്പൽ ചെയ്യാണ് ചെയ്യുക. നമ്മൾ പഠിച്ചില്ല, നോർത്തും എന്ത് ചെയ്യുക, റിപ്പൽ ചെയ്യും. അതുപോലെ സൗത്തും ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യുക, റിപ്പൽ ചെയ്യും. ഇവിടെ ഡയഗ്രം കണ്ടല്ലോ. ഓക്കെ. അപ്പൊ ഇവിടെ കൊടുക്കാം. ഇപ്പൊ സൗത്ത് ആൻഡ് സൗത്ത് വരുമ്പോൾ എന്ത് ചെയ്യുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വികർഷിക്കുക. ഇത് ഇങ്ങോട്ടും പോകും, ഇത് ഇങ്ങോട്ടും പോകും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഇവിടെയുള്ള ഫീൽഡ് ലൈൻസ് എപ്പോഴും എന്ത് ചെയ്യുക, സെന്ററിൽ നിന്ന് പുറത്തേക്ക് വരും. രണ്ട് സൗത്ത് വരുമ്പോൾ സെന്ററിൽ നിന്ന് പുറത്തേക്ക് എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഉണ്ടാവുക. അതിന്റെ അർത്ഥം എന്താ, റിപ്പൾഷൻ ആണ് സംഭവിക്കുന്നത് അല്ലേ. അപ്പൊ റിപ്പൾഷൻ സംഭവിച്ച് എന്ത് ചെയ്യുക, പുറത്തേക്കാണ് ഉണ്ടാവുക. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യം, രണ്ട് സൗത്ത് ഒരുമിച്ച് വരുമ്പോൾ ഇതിന്റെ റിപ്പൾഷൻ ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? ഇതാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഇപ്പം ലൈക്ക് പോൾസ് എന്താ മനസ്സിലായില്ല. ഇനി അൺലൈക്ക് പോൾസിന്റെ കേസ് പറയാം. ഈ അൺലൈക്ക് പോൾസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇവ പരസ്പരം അട്രാക്ഷനിലാക്കുക. അതായത് നോർത്ത് ആൻഡ് സൗത്ത് പോൾ തമ്മിൽ എന്ത് ചെയ്യുക, ഒരു അട്രാക്ഷൻ ഉണ്ടോ. ഓക്കെ. അപ്പം ഇതിപ്പോ സൗത്ത് ആൻഡ് സൗത്ത് ആകുമ്പോൾ റിപ്പൾഷൻ ആണ് വരിക, ഇവിടെ റിപ്പൾഷൻ ആണ് വരിക. ഓക്കെ. ഇപ്പം സപ്പോസ് ഇവിടെ ഉള്ളത് ഒരു പോള് നോർത്ത് പോളാണ്, ഓക്കെ, ഒരു പോള് സൗത്ത് പോളാണ് വിചാരിക്കുക. അങ്ങനെ ഇവ തമ്മിൽ എന്ത് ചെയ്യുക, പരസ്പരം എന്ത് ചെയ്യുക, അട്രാക്റ്റഡിലാവും. ക്ലിയർ ഓഫ് പരസ്പരം അട്രാക്റ്റഡിലായിരിക്കും. അപ്പൊ ലൈക്ക് പോൾസ് എന്ത് ചെയ്യുക, അട്രാക്ട് ചെയ്യും. ലൈക്ക് പോൾസ് എന്ത് ചെയ്യുക, റിപ്പൽ ചെയ്യും. അൺലൈക്ക് പോൾസ് എന്ത് ചെയ്യുക, അട്രാക്ട് ചെയ്യും. ഓക്കെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത പ്രോപ്പർട്ടിയാണ് ഇറ്റ് കനോട്ട് ഐസൊലേറ്റ് ദ മാഗ്നറ്റിക് പോൾസ്. അതെന്താ നോക്കാം. ഇറ്റ് കനോട്ട് ഐസൊലേറ്റ് ദ മാഗ്നറ്റിക് പോൾസ്. ഈ പ്രോപ്പർട്ടിയാണ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇപ്പോ നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അപ്പം ഒരു മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ മാഗ്നറ്റ് എന്ത് ചെയ്യുക, നോർത്ത് ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വശം എന്ത് ചെയ്യുക, സൗത്ത് ഉണ്ടാവും. ഇപ്പൊ ഇവിടെ പറയുന്നത് വെച്ചാൽ ഇറ്റ് കനോട്ട് ഐസൊലേറ്റ് എന്താ പറഞ്ഞത്, ഇറ്റ് കനോട്ട് ഐസൊലേറ്റ് ദ മാഗ്നറ്റിക് പോൾസ് എന്ന് പറഞ്ഞത്. അതിനർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമുക്ക് ഒരു മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ അതിനൊരു ഒരു വശം മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, രണ്ട് വശം ഉണ്ടാവും. അതായത് നോർത്ത് പോൾ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, സൗത്ത് വശം ഉണ്ടാവും. അല്ലെങ്കിൽ സൗത്ത് പോൾ എടുക്കുകയാണെങ്കിൽ നേരെ നോർത്ത് വശം ഉണ്ടാവും. അല്ലാതെ നോർത്ത് മാത്രമായിട്ടോ അല്ലെങ്കിൽ സൗത്ത് മാത്രമായിട്ട് എന്ത് ചെയ്യുക, ഒരു മാഗ്നറ്റും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈ പ്രോപ്പർട്ടിനാണ് നമ്മൾ പറയാ ഇറ്റ് കനോട്ട് ഐസൊലേറ്റ് ദ മാഗ്നറ്റിക് പോൾസ്, അതായത് ഐസൊലേറ്റ് ദ മാഗ്നറ്റിക് പോൾസ് എന്ന് പറയാം. ഓക്കെ. അപ്പം ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടി. നമ്മൾ ഇനി അടുത്ത പ്രോപ്പർട്ടി നോക്കാം. ഓക്കെ. അപ്പൊ അടുത്ത പ്രോപ്പർട്ടിയാണ് വി ക്യാൻ മേക്ക് മാഗ്നറ്റ് യൂസിങ് അയൺസ് ആൻഡ് അലോയ്സ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഈ അയൺസ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന്റെ മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ അയൺസിന്റെ അലോയ്സ് യൂസ് ഉണ്ട്, അതായത് അയിരുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, മാഗ്നറ്റ് നമുക്ക് എന്ത് ചെയ്യാം, മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ പറയുന്നത്. ഓക്കെ. നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ. അപ്പൊ നമ്മൾ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ലൈക്ക് ആൻഡ് അൺലൈക്ക് പോൾസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇറ്റ് കനോട്ട് ഐസൊലേറ്റ് ദ മാഗ്നറ്റിക് പോൾസ്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതിന് ഡിഫറെന്റ് ആയിട്ട് ഇതിൽ പഠിക്കുകയാണെന്ന് വെച്ചാൽ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. ഓക്കെ. അപ്പം മാഗ്നറ്റിക് ഡൈപോളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഒന്ന് നോക്കാം. ഓക്കെ. അപ്പം ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് മാഗ്നറ്റിക് പോൾസ് ആർ സ്റ്റാർട്ട് ഫ്രം നോർത്ത് പോൾ ആൻഡ് എൻഡ് അറ്റ് സൗത്ത് പോൾ. ഓക്കെ. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യമാണ് മാഗ്നറ്റിക് പോൾസ് പറഞ്ഞാൽ എപ്പോഴും എന്താ, നോർത്ത് പോളിന് ആക്ട് ചെയ്തിട്ട്. അപ്പം ഒരു നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഉണ്ടെങ്കിൽ ഇത് നോർത്ത് ആൻഡ് സൗത്ത് പോൾ. ഓക്കെ. ഒന്നുകൂടി വരയ്ക്കാം. ഇപ്പൊ നമുക്ക് കയ്യിൽ ഇവിടെ ഒരു നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഉണ്ടെങ്കിൽ, അപ്പൊ നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഉണ്ടെങ്കിൽ എപ്പോഴും ഫീൽഡ് എവിടെ നിന്നാണ്, ഈ നോർത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്തിലേക്കാണ് ഈ ഫീൽഡ് ഡയറക്ഷൻ ഉണ്ടാവുക. അപ്പൊ നോർത്ത് നിന്ന് സൗത്തിലേക്കാണ് എന്ത് ചെയ്യുക, എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഉണ്ടാവുക. ഓക്കെ. അപ്പം ഇവിടെ നമ്മളിവിടെ ഓക്കെ, അത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റാർട്ട് ഫ്രം നോർത്ത് പോൾ ആൻഡ് എൻഡ് ഫ്രം സൗത്ത് പോൾ. അപ്പം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ മാഗ്നറ്റിന്റെ സെൻട്രലിൽ ഉള്ളിൽ നിന്നിട്ട് അങ്ങനെ സൗത്ത് ടു നോർത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഉണ്ടാവുന്നത് മനസ്സിലാക്കുക. അതും മനസ്സിലാക്കുക. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റാർട്ട് ചെയ്ത് നോർത്ത് നിന്ന് സൗത്തിലേക്കാണ്. ഓക്കെ. അങ്ങനെ പക്ഷേ ഈ മാഗ്നറ്റിനുള്ളിൽ എവിടെ നിന്ന് ചെയ്യുക, സൗത്ത് ടു നോർത്ത് ആണെന്ന് ചെയ്യുക, ഇതിന് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക. ഓക്കെ. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റാണ് മാഗ്നറ്റിക് ലൈൻസ് ഫോം എ ക്ലോസ്ഡ് ലൂപ്പ്. അപ്പൊ നമ്മളിപ്പം പറഞ്ഞ കേസിൽ തന്നെ മാഗ്നറ്റിക് ലൈൻസിന്റെ ക്ലോസ്ഡ് ലൂപ്പാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പൊ എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയാം. ഓക്കെ. ഇപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് പറയാം. ഓക്കെ. അപ്പം ക്ലോസ്ഡ് ലൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കാം.
ഇവിടെ ഓക്കെ. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നോർത്ത് ആൻഡ് സൗത്ത് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പം മാൻറ്റിബിളിന്റെ ഡയറക്ഷൻ ഈസ് ഫ്രം നോർത്ത് ടു സൗത്ത് ആണ്. ഇവിടുന്ന് നോർത്ത് ടു സൗത്തിലേക്കാണ്. അപ്പം ഇവർ അങ്ങനെ ഒരു ക്ലോസ്ഡ് ലൂപ്പാണ് ഉണ്ടാക്കുന്നത്. അതായത് ഇവർ ക്ലോസ്ഡ് ലൂപ്പാണ് ഉണ്ടാക്കുന്നത്. ക്ലിയർ, ഒരു ക്ലോസ് ആയിട്ടുള്ള ലൂപ്പാണ് ഇവ ഉണ്ടാക്കുന്നത്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഫോം എ ക്ലോസ്ഡ് ലൂപ്പ്. അപ്പൊ ഇതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകാം. ഓക്കെ, ഇനി അടുത്താണ് ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഈ കാര്യം എന്താണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇപ്പൊ സപ്പോസ് ഒരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഇവിടെ ഒരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിക്കും. ക്ലിയർ ആണ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ടാൻജന്റ് വരച്ചാൽ മതി. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്, ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം ഒരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ആ ടാൻജന്റിന്റെ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് തേർഡ് പോയിന്റ്. ഇനി അടുത്താണ് ടു മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഡു നോട്ട് ഇന്റർസെക്ട്. അപ്പം അതെന്താന്ന് നോക്കാം. അപ്പം എന്താ പറഞ്ഞത്, ടു മാഗ്നറ്റിക് അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അപ്പം സപ്പോസ് ഒരു ഫീൽഡ് ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്, അടുത്ത ഫീൽഡ് ലൈൻ ഇതിപ്പോ നോർത്ത് ടു സൗത്ത് ആണ് ഒരു ഫീൽഡ് പോകണമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം അടുത്ത ഫീൽഡ് വരുമ്പോൾ നോർത്ത് ടു സൗത്ത് ആയിട്ട് ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യുന്നില്ല, അത് പരസ്പരം കൂട്ടിമുട്ടുന്നില്ല എന്ന് മനസ്സിലാക്കാം. അപ്പം ടു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. ഇതാണ് ഇതിന്റെ ഫോർത്ത് പ്രോപ്പർട്ടി എന്ന് പറയാം. അപ്പൊ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുക, പരസ്പരം എന്ത് ചെയ്യുക, ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോകാം. ക്രൗഡ് ലൈൻസ് റെപ്രസെന്റ് എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്, സ്പേസർ ലൈൻസ് റെപ്രസെന്റ് എ വീക്ക് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇപ്പൊ നമ്മൾ വരച്ച ഇപ്പം ഇതല്ലേ, ഇപ്പൊ നോർത്ത് ആൻഡ് സൗത്ത് പോൾ ആണ്. അപ്പൊ ഈ നോർത്ത് പോളിനാണ് ഇങ്ങനെ കുറെ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുക, അടുപ്പിച്ച് അറേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുക, അടുപ്പിച്ചടിച്ച് പുറത്തേക്ക് പോകണമെന്ന് വിചാരിക്കുക. അപ്പൊ നോർത്ത് ടു സൗത്തിലേക്കാണ് പോണത്. അപ്പൊ അതിന്റെ എപ്പോഴും എൻഡിൽ, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ അല്ലെങ്കിൽ നോർത്ത് പോളിന്റെ എൻഡിൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സൗത്ത് പോളിന്റെ എൻഡിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വളരെ ക്ലോസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പിന്നെ ഈ ഇവിടുന്ന് വിട്ടു പോകുമ്പോൾ എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്ത് ചെയ്യുക, എപ്പോഴും എന്ത് ചെയ്യുക, കുറച്ച് സ്പേസ് ഉണ്ടാവും അല്ലെ, മാഗ്നറ്റിക് ഫീൽഡിൽ കുറച്ച് സ്പേസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ക്രൗഡ് ആയിരിക്കും ഒരു എൻഡിൽ ഉണ്ടാവുക. അതായത് എൻഡിൽ എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡിൽ എപ്പോഴും ക്രൗഡ് ആയിട്ട് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇതിൽ എൻഡിനല്ല, നമ്മളിപ്പം ഇവിടേക്ക് വരയ്ക്കുമ്പോൾ, അതായത് ഇപ്പം ഓക്കെ സ്പേസ് ലൈൻസ് ഉണ്ടാവുമെങ്കിൽ അതായത് അങ്ങനെയാണെങ്കിൽ നമുക്ക്, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ കേസാണല്ലോ, ഇപ്പം എൻഡിലാണ് എപ്പോഴും എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും എന്ത് ചെയ്യുക, ഈ സ്ട്രോങ് ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സ്പേസ് കുറവായിട്ടുണ്ടാവുക, അവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുക, സ്ട്രോങ് ആവുക. അതുപോലെ തന്നെ നമ്മൾ പറയാൻ പറ്റും, ഈ എൻഡിൽ നിന്ന് ലീവ് ചെയ്ത് പോകുമ്പോൾ അവിടെ എന്താണ് സ്പേസ് എന്ത് ചെയ്യുക, കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുക, എപ്പോഴും വീക്ക് ആയിട്ടാണ് കാണപ്പെടുക. ക്ലിയർ ആണല്ലോ. അപ്പൊ എൻഡിലായിരിക്കും എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് നീക്കാൻ കൂടുതലായിട്ടുണ്ടാവുക. അപ്പൊ എൻഡിൽ നിന്ന് പോകുമ്പോൾ എന്ത് ചെയ്യുക, അവിടെ സ്പേസ് കൂടുമ്പോൾ എന്ത് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറയും. അതായത് വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഈ കാര്യമാണ് ഇതിൽ പറയാനുള്ളത്. നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ, ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്, ഗോസസ് തിയറം ആൻഡ് മാഗ്നറ്റിസം. അപ്പൊ എന്താണ് ഗോസസ് തിയറം ആൻഡ് മാഗ്നറ്റിസം? ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പം വളരെ എളുപ്പമാണ്. അപ്പം ഇതെന്താ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് അതിനെ കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു മാഗ്നറ്റ് എടുത്തുകൊണ്ടല്ലോ, നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഉണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പൊ നോർത്ത് നിന്ന് സൗത്തിലേക്ക് എന്തെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഉള്ളത്, ഈ ഡയഗ്രം എല്ലാം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഇൻസൈഡ് ദ മാഗ്നറ്റിന്റെ ഉള്ളിൽ എവിടെന്നായിരിക്കും, സൗത്ത് ടു നോർത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഉണ്ടാവുക. ക്ലിയർ. അപ്പൊ നോർത്ത് നിന്ന് സൗത്തിലേക്ക് വന്ന് സൗത്ത് ടു നോർത്ത് ആയി ഉള്ളിൽ ഡയറക്ഷൻ ഉണ്ടാവുക. എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഈസ് ഫ്രം നോർത്ത് ടു നോർത്ത് പോൾ, സ്റ്റാർട്ടിംഗ് ഫ്രം ദ നോർത്ത് പോൾ ആൻഡ് എൻഡ് അറ്റ് സൗത്ത് പോൾ. ഓക്കെ, ഇൻസൈഡ് ദ മാഗ്നറ്റ് ദർ ഇസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഈസ് ഫ്രം സൗത്ത് പോൾ ടു നോർത്ത് പോൾ. ഈ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഗോസസ് തിയറം ആൻഡ് മാഗ്നറ്റിസം എന്താണ് സ്റ്റേറ്റ് ചെയ്യണമെന്ന് നമുക്ക് അതൊന്ന് പറയാം. ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് സീറോ. ഓക്കെ, അപ്പം ഇതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, എപ്പോഴും ഒരു മാഗ്നറ്റിലേക്ക് വരുന്ന മാഗ്നറ്റിക് ഫീൽഡും അല്ലെങ്കിൽ മാഗ്നറ്റിലേക്ക് വരുന്ന മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിൽ നിന്ന് പുറപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡും എപ്പോഴും എന്തിക്കുക, തുല്യമായിരിക്കും. മനസ്സിലായോ? ഒരു മാഗ്നറ്റിലേക്ക് വരുന്ന മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിന്റെ ഒരു എൻഡിലേക്ക് വരുന്ന മാഗ്നറ്റിക് ഫീൽഡും ഒരു മറ്റെൻഡിലേക്ക് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തൊക്കെയാ, പരസ്പരം തുല്യമായിരിക്കും. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഇതാണ് എന്ത് ചെയ്യുക, ഗോസസ് തിയറം മാഗ്നറ്റിസം എന്ന് പറയാം. ദ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി ഓവർ എനി ക്ലോസ്ഡ് സർഫേസ് ഈസ് ഈക്വൽ ടു സീറോ. ഒരു ക്ലോസ്ഡ് സർഫേസ് എടുക്കുകയാണെങ്കിൽ അതിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തൊക്കെ തുല്യമായിരിക്കും. ഓക്കെ, ഇതാണ് ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ശ്രദ്ധിക്കാം. ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട്
ഡി എസ് ഈസ് ഈക്വൽ ടു 0. ബി ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു 0. ഇതിനെ പറയുന്നതാണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. അതായത് ഒരു ഗോസിൽ സർഫസ് എടുക്കുക, അപ്പം അതിലേക്ക് എന്ത് ചെയ്യുക, വരുന്ന മാഗ്നറ്റിക് ഫീൽഡും പോകുന്ന മാഗ്നറ്റിക് ഫീൽഡും എന്ത് ചെയ്യുക, തുല്യമായിരിക്കും. അതായത് the total entering magnetic field lines equal to total leaving magnetic field lines ആയിരിക്കും. ഇതിനാണ് എന്ത് ചെയ്യുക, അങ്ങനെയാണ് ഇവർ തമ്മിൽ ഈക്വൽ ആണ്. അതായത് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുക, 0 ആയിരിക്കും. ഇതാണ് ഗോസസ് തിയറി ഇൻ മാഗ്നറ്റിസം എന്ന് പറയും. അപ്പോൾ നിങ്ങൾ വളരെ എളുപ്പമുള്ള തിയറാണ്, പഠിക്കാൻ എളുപ്പമാണ്, ഒന്നുമില്ല. വരുന്നതും പോകുന്ന ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുക, തുല്യമായിരിക്കും. അതായത് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുക, 0 ആയിരിക്കും. ഇതാണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പുതിയൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഇലക്ട്രോസ്റ്റാറ്റിക്സ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതും ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പഠിച്ച മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ കുറച്ച് കാര്യങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ് പറയാൻ പോകുന്നത്. ഇതിന്റെ കോർ ആയിട്ടുള്ള കാര്യമാണ്. നമുക്കിതിലേക്ക് വേഗം തന്നെ പോകാം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. ഫസ്റ്റ് ഒരു പ്രോപ്പർട്ടീസ് നമ്മൾ പറയേണ്ടത് അല്ലേ. ഓക്കെ, ഈസിക്കൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഈസിക്കൽ ടു 1/, രണ്ട് ചാർജസ് ഉണ്ട് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്. രണ്ട് ചാർജസ് സെപ്പറേറ്റ് ചെയ്യുന്ന സ്മോൾ ഡിസ്റ്റൻസിലാണെങ്കിൽ അവിടെ ആക്ടിങ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ 1/4πε0 Q1 Q2/r² എന്നാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഇക്വേഷൻ ഉണ്ട്. F ഈസിക്കൽ ടു μ0/4π P1 P2/r². അത് മാഗ്നറ്റിക് ചാർജിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. F ഈസിക്കൽ ടു μ0/4π P1 P2/r². ഇവിടെ നമ്മൾ നോർത്ത് ആൻഡ് സൗത്ത് പോൾ എടുക്കുക. ഇവിടെ നോർത്ത് പോളും സൗത്ത് പോളും എടുക്കുക. P1 ആൻഡ് P2 പറഞ്ഞാൽ അതിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ സ്ട്രെങ്ത് ആണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ സ്ട്രെങ്ത് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം F ഈസിക്കൽ ടു μ0/4π P1 P2/r². R എന്ന് പറയുമ്പോൾ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ കിട്ടുന്ന ഇക്വേഷൻ. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റോസ്റ്റാറ്റിക്സും എന്ത് ചെയ്യുക, ഒരു റിലേഷൻ ഉണ്ട്. അപ്പൊ രണ്ടും ഈക്വൽ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ള ഇക്വേഷനും മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ ഇക്വേഷനും എന്ത് ചെയ്യുക, പരസ്പരം ഈക്വൽ ആണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് റിലേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി സെക്കൻഡ് റിലേഷനെ കുറിച്ച് പോകാം. ഓക്കെ, ഇനി ടോർക്ക് ആക്ടിംഗ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ടോർക്ക് ആക്ടിംഗ് ഇക്വേഷൻ ആണ്. ശ്രദ്ധിക്കുക, ടോർക്ക് ഇസ് P × sin θ. ടോർക്ക് ഇസ് P × sin θ. P എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് ആണ്, E എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. അത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ പറയുമ്പോൾ ടോർക്ക് ഇസ് MB × sin θ എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണ്? ടോർക്ക് ഇസ് MB × sin θ. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ആണ്. ടോർക്ക് ഇസ് MB × sin θ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇനി തേർഡ് റിലേഷനിലേക്ക് പോകാം. ഇപ്പൊ ടോർക്ക് അല്ലെ, അടുത്തതാണ് വർക്ക് ആക്ടിംഗ് ആണ് ഡൈപോൾ ഇൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഡൈപോൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആക്ട് ചെയ്യുന്ന വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പറ്റും. അങ്ങനെയാണ് വർക്ക് ഇസ് P × cos θ1 - cos θ2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. വർക്ക് W ഇസ് P × cos θ1 - cos θ2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ എങ്ങനെയാണ്, W ഇസ് MB × cos θ1 - cos θ2 എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ W ഇസ് P × cos θ1 - cos θ2 ആണെങ്കിൽ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ എങ്ങനെയാണ്, W ഇസ് MB × cos θ1 - cos θ2 ആണ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കൊടുത്താൽ മതി പഠിക്കാൻ വേണ്ടിയിട്ട്. എളുപ്പമുള്ള ഒരു ഇക്വേഷൻസ് ആണ്. അപ്പം ഈ 3 ഇക്വേഷൻസ് എന്തെന്ന് പഠിച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, കമ്പാരിസൺ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ്. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻസ് എന്ത് ചെയ്യുക, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി എന്ത് ചെയ്യാം, നമുക്ക് മാഗ്നറ്റോസ്റ്റാറ്റിക്സിന്റെ ഇക്വേഷൻ എന്ത് ചെയ്യുക, എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗത്തേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ ബാക്കി ഇക്വേഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി, ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ പൊട്ടൻഷ്യൽ എനർജി ഈസിക്കൽ ടു U ഈസിക്കൽ ടു, ഇത് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി U ഈസിക്കൽ ടു -P × cos θ -P × cos θ. അതാണ് അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ U ഈസിക്കൽ ടു -P × cos θ. ഓക്കെ, അതേമാതിരി സിമിലർലി ഇൻ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ഇക്വേഷൻ U ഈസിക്കൽ ടു -MB × cos θ. ആണല്ലോ. അപ്പം ഏതെങ്കിലും ഒരു ഇക്വേഷൻ ആദ്യം പഠിക്കുക, എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ഇക്വേഷൻ ചെയ്യാം നമ്മൾ എഴുതാം. അപ്പോൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ പൊട്ടൻഷ്യൽ എനർജിയാണ് U ഈസിക്കൽ ടു -MB × cos θ. ഓക്കെ, ഇപ്പം ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദ ആക്സിൽ ആൻഡ് ഇക്വറ്റോറിയൽ ലൈൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദ ആക്സിൽ ലൈനിലുള്ള ഇക്വേഷൻ ആണ്. ഈ ആക്സിൽ എന്ന് പറയുമ്പോൾ ഇക്വേഷൻ ആണ്. ഓക്കെ, ഇപ്പൊ E ഈസിക്കൽ ടു 1/4πε0 2P/r³ എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇൻ along the axial line of a dipole. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ E ഈസിക്കൽ ടു 1/4πε0 2P/r³. അത് പഠിച്ചിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഇക്വേഷൻ ഉണ്ട്. B ഈസിക്കൽ ടു μ0/4/2m/r³ നമ്മൾ പഠിച്ചിട്ടുണ്ട്. B ഈസിക്കൽ ടു μ0/4/2m/r³ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ,
ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകാം. അപ്പൊ അതേപോലെ തന്നെ ഈ ഇക്വറ്റോറിയലിന് പ്രകാരമായിട്ട് ഈ ഇക്വറ്റോറിയൽ ഇക്വേഷൻ ഉണ്ട്. 1/4/0 മൈനസ് പി ബൈ ആർ ക്യൂ എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഈസിക്കൽ ടു ഈ ഇക്വറ്റോറിയൽ 1/4/0 മൈനസ് പി ബൈ ആർ ക്യൂ എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാഗ്നറ്റിക് സ്റ്റാറ്റിക്സിന്റെ ഇക്വേഷൻ ആണ് ബേസിക്കലി μ0/4 മൈനസ് എം ബൈ ആർ ക്യൂ എന്നുള്ള ഇക്വേഷൻ. ആണല്ലോ, ബേസിക്കലി μ0/4 മൈനസ് എം ബൈ ആർ ക്യൂ എന്നുള്ള ഇക്വേഷൻ. അപ്പം എന്താണ് പറഞ്ഞത്, ഈ കമ്പാരിസൺ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിക് സ്റ്റാറ്റിക്സിൽ പറഞ്ഞത് എന്താ, ഇത് ഏതെങ്കിലും ഇക്വേഷൻസ് പഠിച്ചിരിക്കാം. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇക്വേഷൻ പഠിച്ചിരിക്കാൻ കറസ്പോണ്ടിങ് ആയിട്ട് അല്ല മാഗ്നറ്റിക് സ്റ്റാറ്റിക്സ് ഇക്വേഷൻ എന്ത് ചെയ്യുക നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവ തമ്മിൽ എന്ത് ചെയ്യുക ഒരു കമ്പാരിസൺ കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ വൃത്തിയിൽ എഴുതി പഠിക്കാം. അപ്പം ഒരു ടേബിൾ വരച്ചിട്ട് തന്നെ എഴുതി പഠിക്കാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ വളരെ ഇതിന്റെ കോറും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ എക്സാമിന് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പം വളരെ നന്നായിട്ട് പഠിക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ ഗുഡ് ബൈ.